കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി SSLC+2 വിജയികളെ ആദരിച്ചു. കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC+2 വിജയികളെ ആദരിച്ചു. ചെയർമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TK സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരന്തത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. ഡോക്ടർ ഷൈമ TS, സ്പെൽ ഡയറക്ടർ HU ഹാഷിം എന്നിവർ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഒരു സംഘടനയുടെ ഒരു ലെറ്ററാണ്. തൃശ്ശൂര് ഒരു സ്ഥലത്ത് നമുക്ക് പോവാൻ സാറിന് വരാൻ പറ്റില്ല. സാറിൻ്റെതായിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അവിടെ പോയിട്ട് നീ സമ്മാനം മേടിച്ചു പോയോ എന്ന് പറഞ്ഞ് ലെറ്ററൊക്കെ തന്നിട്ടാണ്. അപ്പം ഞാൻ ആ ലെറ്റർ മേടിച്ചിട്ട് ഞാൻ കൂടി രാവിലെ തന്നെ പോയി. അന്ന് തൃശ്ശൂരാണ്. അപ്പം തൃശ്ശൂർ പോയി അവിടെ സാഹിത്യ അക്കാദമി ഹാളിൻ്റെ അവിടെ എത്തിയിട്ടാണ്. എത്തിയപ്പോൾ നോക്കുമ്പോൾ അവിടെ ഉണ്ട്, അവിടെ ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുമോദനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാനറായിട്ടാണ്. അപ്പം അവിടെ ഇരിക്കണം കൂടെ കയറാൻ പറഞ്ഞു. ഞാൻ കുട്ടിയും കൂടെ അവിടെ കയറി. അവിടെ കയറി നോക്കുമ്പോൾ ഈ ലെറ്റർ ഒന്നും മേടിക്കാൻ ആരെയും ഞാൻ അവിടെ കണ്ടില്ല. അപ്പം ഞാനൊക്കെ പറഞ്ഞു ലെറ്ററൊന്നും ആരും മേടിക്കുന്നില്ലൂടെ, നമുക്കവിടെ കയറാം. ഞാൻ കയറി കഴിക്കുമ്പോൾ അവിടെ ഇങ്ങനെ സമ്മാനമൊക്കെ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ സംസ്ഥാന യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനം കിട്ടിയ ആളുകൾ ഇതിൽ കൂടെ കയറിയോ, കയറി സമ്മാനം മേടിച്ച് പുറത്തുകൂടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് +2 ഒരു ചെറിയ കവിതയ്ക്ക് സംസ്ഥാനത്തിൽ ഒരു സമ്മാനം കിട്ടി. വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും മെമ്പർമാർക്കുള്ള ID കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി നേതാക്കളായ അബ്ദുൾ റസാഖ് മേലടി, UA ബക്കർ എന്നിവർ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ നേതാക്കളായ VK ഹമീദ് ഹാജി, PA ഉസ്മാൻ, TM ഹൈദർ, VK ജലാലു, ഷാനവാസ് തളിക്കുളം, VM ജലാൽ എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തന മേഖലയിൽ ഒരുപാട് കാര്യം ചെയ്ത ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഞങ്ങളുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയുടെ സവിസ്തരം വിസ്തരിച്ചു. അദ്ദേഹം പറയാത്ത 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കുക. നിങ്ങളെല്ലാവരും പ്രിയപ്പെട്ട ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് മെമ്പർമാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും കേരളത്തെ കുറിച്ചും അതിലെല്ലാം ഉപരിയായിട്ട് അവിടെ മാഗ്നറ്റ് ടീം എന്നൊരു ടീം